കൊല്ലിച്ചവന്റെ വീട്ടിൽ നിന്ന് കൊലച്ചോറുണ്ടെന്നാടാ. അപ്പോ നമുക്കിവരെ അങ്ങ് പറഞ്ഞു വിട്ടേക്കല്ലേ മാർത്താണ്ട? ഇങ്ങനെ ഒരു അറസ്റ്റേ നടന്നിട്ടില്ല സാർ. FIR രജിസ്റ്റർ ചെയ്യാത്ത കേസ് എന്ത് കേസാ മാർത്താണ്ട? സാറിന് മുമ്പിരുന്ന സർക്കിള് ആ സർക്കിളല്ലല്ലോ ഈ സർക്കിൾ. ഈ സർക്കിൾ വേറെ, ആ സർക്കിൾ വേറെ. എങ്കിൽ പിന്നെ നമുക്ക് എവര് പറഞ്ഞ അമീർ അലിയും പ്രഭുവിനെയും അങ്ങ് പൊക്കിയാലോ? അല്ല, മതസൗഹാർദ്ദ കമ്മിറ്റിയിലും കലാപത്തിലും അവർ ഉണ്ടെന്നല്ലേ അവർ പറയുന്നത്? ഇത്രയേറെ കുടിലുകൾ തീവച്ച് നശിപ്പിക്കാനും 8 എണ്ണത്തിന് ചുറ്റും വെട്ടിയും കൊല്ലാനും അവർക്ക് എന്ത് കാര്യം മാർത്തണ്ട? നിങ്ങൾ പോയിക്കോളൂ. സാർ, സാർ, ഈ അമീർ അലി ഒരു സ്ഥിരം ക്രിമിനലാ. കോളടക്കം സൃഷ്ടിച്ച കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖർ നായർ കൊലക്കേസിലെ മുഖ്യ പ്രതിയാ. ഓഹോ, അപ്പൊ എക്സ്പീരിയൻസ്ഡ് ഹാൻഡ് ആണല്ലേ? പക്ഷെ പറഞ്ഞിട്ടെന്താ, പുല്ലുപോലെ ഊരി പോന്നില്ലേ? അതാ അവന്റെ മിടുക്ക്. അവന്റെ മിടുക്കോ അതോ കേസ് വായിച്ച വക്കീലിന്റെ മിടുക്കോ? ഏതൊരു സ്ത്രീയല്ലേ? അശ്വതി മേനോൻ. യെസ്, അഡ്വക്കേറ്റ് അശ്വതി മേനോൻ. ഭാസ്കര, എന്തൊരു ഇരിപ്പായത്? കഴിക്കേ. കഴിക്കേ. എന്റെ മോൻ എവിടെ? ഭാസ്കരൻ എന്നെ പോലീസ് വിട്ടു. എല്ലാവരും വിട്ടു. മോനെ, മോനെ, ഞാൻ എന്റെ മോനെ കൊണ്ടുപോട്ടെ. എനിക്കാരില്ല, എന്നെ കൂടെ കൊണ്ടുപോകൂ.
എന്റെ കരള സാറാ നിൽക്കുന്ന മോൻ, എന്റെ ഹമീദിന്റെ മോൻ. അവനെ കൂടെ കൊണ്ടുപോയി എന്റെ മോനോടൊപ്പം പോറ്റണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ വയ്യ, അതിന്റെ പേരിൽ ശവങ്ങളോട് വീഴുന്ന കാണാൻ എനിക്ക് വയ്യ. ദൈവ സാറ് ദൈവ, മറക്കില്ല ഒരിക്കലും. എന്റെ ഊഹം തെറ്റിയല്ലോടോ. പക്ഷെ എന്റെ ഊഹം കറക്റ്റാ. പത്രത്തിൽ പടം ഉണ്ടായില്ലെങ്കിലും വാർത്ത വായിച്ചപ്പോ ഞാൻ ഊഹിച്ചു ആ അമർനാഥ് ഈ അമർനാഥ് തന്നെ ആയിരിക്കുമെന്ന്. പക്ഷേ വക്കീൽ കുപ്പായം അഴിച്ചു വെച്ച് സാമൂഹ്യ സേവനത്തിനുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് അശ്വതി മേനോൻ എന്റെ കൂടെ പഠിച്ച അശ്വതി കുട്ടിയാണെന്നുള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇല്ല, ഞാനിപ്പോ കുടിച്ചാ. അശ്വതിക്ക് ഒന്നൊരു ഭാരാവോ? ഉമ്മയും ബാപ്പയും ഇല്ലാത്ത കുട്ടിയല്ലേ, ആരും അവകാശം പറഞ്ഞു വന്നില്ലെങ്കിൽ എനിക്കൊരു കൂട്ടാവുകയുള്ളൂ. ആ കൂട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തു. ആഭ്യന്തരമന്ത്രി അബ്ദുൾ റഹീമായിട്ട് ഇപ്പൊ എങ്ങനെയാ? അല്ല, ഈ ലോകം മുഴുവൻ എതിർത്താലും ഒരുമിച്ച് ജീവിക്കുമെന്ന് വെല്ലുവിളിച്ചവരല്ലേ നിങ്ങൾ? മന്ത്രിയായപ്പോ അങ്ങനെ കാലം മാറിക്കളഞ്ഞല്ലേ? സോറി, ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയപ്പോ അറിയാനുള്ള ജിജ്ഞാസ കൊണ്ട് ചോദിച്ചതാണ്. സോറി. പറ്റേ? എക്സ്ക്യൂസ് മീ, താനൊരു ആമിർ അലി അറിയും? കോസ്റ്റ് ഗാർഡ് ഇൻസ്പെക്ടർ രാജശേഖരൻ നായർ കൊലക്കേസിലെ പ്രതി. ആ കേസ് വാദിച്ച താനല്ലേ? അതിനവനെ സഹായിക്കാൻ ആരൊക്കെയാണ് അവന്റെ പുറകിലുണ്ടായിരുന്നത്? ഐ മീൻ പൊളിറ്റിക്കലായോ മതപരമായോ? അതൊക്കെ ഇപ്പൊ എന്തിനാ അറിയുന്നത്? പൂമനം കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രതിയാണ് അവൻ. എന്നിട്ടും പോലീസിന്റെ എഫ്ഐആറിൽ അവന്റെ പേരില്ല. ഐ മീൻ ആരോ തടഞ്ഞിട്ടുണ്ട്. ഞാൻ കണ്ടുപിടിച്ചോളാം. കുട്ടി ഇവിടെ ഇരിക്കും, ഞാൻ അങ്ങനെ ഒന്ന് കണ്ടിട്ട് വരാം. ഇപ്പൊ കൊടുക്കാന്ന് പറഞ്ഞ് രാവിലെ എടുത്തോണ്ടൊന്ന് ജീപ്പാ. നന്നായിരിക്കും. താനിത് എവിടെ പോയി കിടക്കായിരുന്നോ ഇതുവരെ? അത് പിന്നെ മന്ത്രിക്ക് അത്യാവശ്യമായിട്ട്. മന്ത്രി പോലീസ് ജീപ്പിലാണോ സെക്രട്ടറി പോകുന്നത്? പ്ലീസ് എന്നെ നാറ്റിക്കരുത്. ആ പെണ്ണ് ജീപ്പിൽ ഇരിപ്പുണ്ട്. ഏത് പെണ്ണ്? മന്ത്രിയുടെ പെങ്ങളെ മുന്താ. ഒന്നും കൂടെ ഇറങ്ങണം മേഡം. ഇറങ്ങാനാ പറഞ്ഞത്. മന്ത്രിയുടെ പേ ഇങ്ങോട്ട് ഇറങ്ങാൻ. ഏട്ടൻ മന്ത്രിയാണെന്ന് കരുതി അനിയത്തി ഭരിക്കണ്ട. തനിക്ക് നാണമില്ലൂടെ ഈ വക. എന്താണ് നോക്കുന്നത്? എനിക്ക് ഇഷ്ടമുണ്ടായിട്ട് ഞാൻ കേറുന്നൊന്നും അല്ല ഇയാളുടെ ജീപ്പില്.
എന്നും കോളേജ് കൊണ്ട് വിട്ടുതരാം, ഒരു പ്രൊമോഷൻ ഒപ്പിച്ച് തന്നാ മതിന്ന് ഈ സാറ് പറഞ്ഞിട്ടാ. പ്രമോഷൻ കൊടുക്കാൻ ഇയാളാരാ? DGP-യോ? എന്റെ മാനം പോയി. ഉണ്ടായിട്ട് വേണ്ടേ പോവാൻ? രക്ഷപ്പെടാൻ വേണ്ടിയാ ഞാൻ സത്യം പറഞ്ഞത്, ക്ഷമിക്കൂട്ടോ. എനിക്കത് അപ്പോഴേ മനസ്സിലായി. പക്ഷെ സാറ് നോക്കിക്കോ, ഒരു ദിവസം ഈ സാറ് കാണെ ആ സാറ് ഓടിക്കുന്ന അതേ പോലീസ് ജീപ്പിന്റെ മുൻ സീറ്റിലിരുന്ന് ഞാൻ പോകും. ബെറ്റ് വെച്ചു. ഇത് ജോലിയാവും. ബെല്ലടിക്കുന്നത് കേട്ടില്ലേ? സംസാരിക്കേ, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാം. ഹലോ, ആരാ? ഓ, അതിപ്പോ അങ്ങനെ. ആ, അല്ല, അതിപ്പോ പറയാൻ. ആ, ഓക്കെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ, കൃഷ്ണേട്ടനായിരിക്കും അല്ലേ വിളിച്ചത്? കെ കൃഷ്ണൻ? ഏയ് അല്ല. ഓ, നിങ്ങൾ ശത്രുക്കളാണല്ലോ അല്ലേ? ആ, ശത്രുക്കൾ തന്നെയാ. ഞങ്ങളിൽപ്പെട്ട കുറെ എണ്ണത്തിന്റെ കഴുത്തല്ലേ അവന്മാര് കണ്ടിച്ചത്? അവന്മാരോ എന്ന് പറഞ്ഞാ കെയോ അദ്ദേഹത്തിന്റെ ഗുണ്ടകളോ? അല്ല, അത് പിന്നെ ജാതി നോക്കിയ അങ്ങേരുടെ ജാതിപ്പെട്ടവരല്ലേ ഞങ്ങളുടെ ജാതിപ്പെട്ടവരെ. ഓ, എന്ന്. ഉഗ്രം വീടാണല്ലോ സായിപ്പേ. ആ, പടച്ചോൻ തന്നതാ. പുള്ളിക്കാരൻ ആള് കൊള്ളാം അല്ലേ? ആര്? പടച്ചോനെ. പറ്റിയ ഞമ്മക്കൊന്നും തന്നില്ല. മക്കൾ എത്രയുണ്ട്? ആ, പടച്ചോൻ അത് മാത്രം തന്നില്ല. അയ്യോ, കഷ്ടായി പോയി. എന്തോന്ന് കഷ്ടം? ഇത്രയും കൊടുത്ത പടച്ചോൻ അതും കൊടുക്കില്ലേ? പ്രായം കിടക്കല്ലേ? എത്ര കെട്ടികൾ വരണ്ട്? 2 എണ്ണേ ഉള്ളൂ. അയ്യോ, എന്നിട്ട് രണ്ടും പറ്റില്ലേ? ഓ, അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ആ, മാർത്തണ്ട, നമുക്ക് ആ കെ കൃഷ്ണൻ തട്ടി അകത്തിട്ടാലോ? സർ, പേടിക്കേണ്ട, തമാശ പറഞ്ഞതാ. അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയാൽ നാട് കുട്ടിച്ചോറാവൂലേ? നിങ്ങൾ പ്രതികളായി പിടിച്ചവരെ വിട്ടുകൊടുത്തിട്ട് മറ്റുള്ളവരുടെ പുറകെ. ആമിർ അലി അല്ലേ? കിട്ടിയിട്ടില്ല? കിട്ടും.